ഐസ്റ്റല്ലേ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും കുറെ ഐ മേക്കപ്പ് ഇങ്ങനെ കാണാറുണ്ട്. നമ്മളിങ്ങനെ കണ്ണിന്റെ ഇവിടേക്ക് ഇങ്ങനെ ഭയങ്കര ഫ്ലവറും ബട്ടർഫ്ലൈയും അങ്ങനെയൊക്കെ. അപ്പൊ എനിക്കത് ചെയ്തു നോക്കിയാൽ കൊള്ളാം എന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങനെ ചെയ്താലോ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ കുറെ സെറ്റ് ചെയ്ത് നോക്കി, പക്ഷെ എനിക്ക് വരച്ച് അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ക്ലെൻസിങ് ബാം ഉപയോഗിച്ച് കണ്ണിലെ വരച്ച ഐലൈനറും എല്ലാം ഞാൻ കളഞ്ഞു. എന്നിട്ട് ഒന്നുകൂടെ ഞാൻ വരച്ചപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഷേപ്പ് കിട്ടി. അതിന്റെ ലൈൻ ഒന്ന് ബോൾഡ് ആക്കുവാണ്. അപ്പോ ബട്ടർഫ്ലൈയുടെ ചെറുത് തന്നെയാണോ എന്ന് എനിക്കൊരു സംശയം. പെറ്റലിന്റെ ഷേപ്പ് അല്ലേ, എന്തായാലും ഞാൻ ഒപ്പിച്ചു. അപ്പൊ ചിറകിന്റെ അറ്റത്തായിട്ട് ഞാനൊരു പിങ്ക് ഷെയ്ഡാണ് കൊടുക്കുന്നത്. എന്റെ ഐഷാഡോ പാലറ്റിന്റെ ഷെയ്ഡല്ല, പൗഡറാ. അത് വലിയ പിഗ്മെന്റഡ് ഒന്നും അല്ല. ലൈറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചിട്ട് എന്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് വെച്ചു, നിങ്ങൾക്ക് കുറച്ചുകൂടെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നന്നായിട്ട് കാണാമല്ലോ, മഞ്ഞ ചിരിപ്പുണ്ട്. അപ്പൊ മഞ്ഞ ഷെയ്ഡ് തന്നെയാണ് ഞാൻ ഉള്ളിലും കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ആക്കി. അത്യാവശ്യമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എന്റെ ഇന്നർ കോർണറിൽ ഒന്ന് കർവ് ചെയ്യാന്ന് വെച്ചു, ഒരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് വെയിൻ വരയ്ക്കാനുണ്ട്. വെയിൻ വരച്ച് തുടങ്ങിയപ്പോൾ എന്റെ കൈ വരയ്ക്കുന്നുണ്ടായിരുന്നു, എന്താണെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഞാനത് എങ്ങനെയൊക്കെ ഒപ്പിച്ചു. രണ്ടാമത്തേത് വരച്ചപ്പോൾ പാളിപ്പോയെന്നാണ് ഞാൻ വിചാരിച്ചു. പിന്നെ അത് ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിച്ചു. പിന്നെ ഇതിന്റെ അറ്റത്തായിട്ട് ഒരു വൈറ്റ് ഡോട്ട് കുത്താനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മായ്സിന്റെ വൈറ്റ് കാജലാണ് എടുത്തേക്കുന്നത്. അത് ആദ്യം ഒന്ന് ഫേസിൽ പരീക്ഷിച്ചിട്ട് പിന്നെ ആദ്യമായി അത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വൈറ്റ് ഷെയ്ഡ് അതിനകത്ത് വരുന്നുണ്ടായിരുന്നില്ല. ഐലൈനർ ഒന്ന് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചു. കണ്ണിനൊരു യെല്ലോ പിങ്ക് ഷെയ്ഡ് കൊടുക്കാന്ന്. അതിനിടയ്ക്ക് ആ കാജൽ പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതേ കാജൽ വെച്ച് തന്നെ കണ്ണിൽ എന്തുകൊണ്ട് എഴുതിക്കൂടാന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ കണ്ണിന്റെ മേളിൽ ഒന്നുകൂടെ എഴുതി, താഴെയും കുറച്ച് എഴുതി. പിന്നെ മസ്കാരയൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് പറയണേ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് പറയണം. എന്നാലേ ഇതുപോലത്തെ സാധനങ്ങൾ ഞാൻ ഇനി കൊണ്ടുവരണമെന്നുള്ളത് നിങ്ങൾ പറയണം. അപ്പോഴത്തേക്കും എന്റെ സ്റ്റോറേജ് സ്പേസ് ഫില്ലായി. ബൈ.